മണ്ണാർക്കാട് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. തെങ്കര മെഴുകുംപാറയിലാണ് സംഭവം. ഏറെ നാളായി ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് പുലി കെണിയിൽ അകപ്പെട്ടത്. മാസങ്ങളോളം പ്രദേശത്ത് ഭീതി പരത്തിയ പുലിയാണ് കൂട്ടിലായത്. മണ്ണാർക്കാടിലെ മലയോര മേഖലയായ മെഴുകുംപാറ തത്തേങ്ങലം പ്രദേശത്ത് മാസങ്ങളായി പുലി പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ പ്രദേശത്തെ വളർത്തുനായ്ക്കളെയും പുലി കടിച്ചു കൊന്നിരുന്നു. കഴിഞ്ഞ മാസം സമീപത്തെ വീട്ടിലെ ആടിനെയും പുലി കടിച്ചു കൊന്നതോടെ ജനങ്ങളും രോഷാകുലരായി. അതിനുശേഷം നാട്ടുകാർ വനപാലകരെ തടയുന്ന സംഭവം വരെ കഴിഞ്ഞ ദിവസം പ്രദേശത്ത് നടന്നിരുന്നു. പുലിയെ പിടികൂടാനായി കഴിഞ്ഞ മാസമാണ് വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത്. 3 മാസം പ്രായമുള്ള പുലിയാണ് കുടുങ്ങിയത് എന്ന് വനംവകുപ്പ് അറിയിച്ചു. പുലിയെ മണ്ണാർക്കാട് DF ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുലിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കഴിഞ്ഞ ജൂലൈ മാസം 7-ാം തീയതിയാണ് തത്തേങ്കലത്തുണ്ടായിരുന്ന പുലിക്കൂട് കെണി നമ്മൾ മെഴുകുംപാറയിലേക്ക് മാറ്റിയത്, ഷിഫ്റ്റ് ചെയ്തത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സംസാരിക്കുക, ഇവിടുത്തെ സാറുമാരെല്ലാവരും അതിനാദ്യം ഒരു നന്ദി പറയുകയാണ് ഞാൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കാലമായിട്ട് അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അവിടെ മീറ്റിങ്ങുകൾ കൂടുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, അവിടെയുള്ള തത്തേങ്കലത്തുള്ള കൂട് നമുക്ക് മെഴുകുംപാറയിലേക്കൊന്ന് വെക്കാൻ പറ്റുമെന്നുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള നായ്ക്കളെയും ആടിനെയൊക്കെ ആക്രമിക്കും, ഒരുപാട് എണ്ണത്തിനെ കൊല്ലും, അതേപോലെ നായ്ക്കൾ കുറേ എണ്ണത്തിനെ കൊണ്ടുപോകും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സംസാരിച്ച് സാറുമാരെല്ലാവരും പാടെ സഹകരിച്ചിട്ട് കൂട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു അനുമതി തരും. ആ അനുമതി തന്നതായിട്ട് നമ്മൾ പോയിട്ട് ഞാനും അവിടെയുള്ള ആൾക്കാരും പാടെ നാട്ടുകാരും പാടെ കൂടിയിട്ട് പോയിട്ടാണ്, അതേപോലെ RRT ഇവിടുത്തെ ഫോറസ്റ്റിലുള്ള ആൾക്കാരെല്ലാവരും പാടെ കൂടി പോയിട്ടാണ് കൂട് നമ്മൾ മെഴുകുംപാറ കൊടുന്ന് സ്ഥാപിച്ചിട്ടുള്ളത്. 7-ാം തീയതി സ്ഥാപിച്ചു. ഇത്രയും ദിവസം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഡെയിലി അതിൽ ഇരയനിടും, രാവിലെ പോയിട്ട് എടുത്തിട്ട് പോരലാണ്. അപ്പോൾ ഇന്നലെ രാത്രി 4 മണിക്ക്, പുലർച്ചെ 4 മണിക്ക് ഈ നായനിട്ട ആൾക്കാർ, അവർ ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പോകുമ്പോൾ കണ്ടിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. ഞാനത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ട് രാവിലെ ആൾക്കാരൊക്കെ കൂടുന്നതിൻ്റെ മുന്നേ അവിടെ നിന്ന് നമുക്ക് മണ്ണാർക്കാട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ മെഴുകുംപാറത്തെ ജനങ്ങളുടെ ഒരു ആശങ്കയായിരുന്നു കാലങ്ങളായിട്ടുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ടാപ്പിംഗ് തൊഴിലാളികളുണ്ട്, ഞാനടക്കം ടാപ്പിങ്ങിന് പോകുന്ന ആളാണ്. അപ്പോൾ ആൾക്കാർ പറയണ ഇതും നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു ആശങ്കയ്ക്ക് ഒരു പരിഹാരമാണ്. ഇനി ഉണ്ടാവില്ല എന്നുള്ളത് കരുതണം, വേറെ ഒന്നും ഉണ്ടാവില്ല എന്ന് ഒരെണ്ണേ ഉള്ളൂ എന്നുള്ളതാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ ഇനി അത് നമുക്ക് എത്തേണ്ട ഓരോ ഭാഗങ്ങളിലേക്ക്, ഇവിടെ അടുത്ത് ഒന്നും ആയിരിക്കില്ല എന്നുള്ളതാണ്. അത് അതിൻ്റേതായിട്ടുള്ള ഇത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് നമ്മുടെ അടുത്ത് അറിയിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആശങ്കയ്ക്ക് ഒരു പരിഹാരമായി. ഇനി അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കട്ടെ. വന്യമൃഗശല്യം കൂടുതലുള്ള ഭാഗമാണ്. അതേപോലെ തന്നെ ആനയുടെ ശല്യം ഉണ്ട് അവിടെ. അപ്പോൾ പുലിയുടെ ഒരു ആശങ്കയാണ് തീർന്നിട്ടുള്ളൂ, ആനയുടെ ശല്യമുണ്ട്. CCN മണ്ണാർക്കാട്.